കാട്ടാനകളുടെ ശല്യം വർദ്ധിക്കുന്നു. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ ആംബുലൻസ് തടഞ്ഞ് കാട്ടാനകൾ. റോഡിൽ നിന്നിരുന്ന കാട്ടാനകൾ ആംബുലൻസ് ആക്രമിക്കാൻ ശ്രമിച്ചു. കോളനിയിൽ നിന്ന് ഒരു സോമൻ എന്ന് പറഞ്ഞ ഒരു ചേട്ടനെ സ്റ്റോപ്പ് വന്നതിനെ തുടർന്ന് ചാലക്കുടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയായിരുന്നു. തിരിച്ചു വരുന്ന വാലു ഹൗസിന് തൊട്ട് താഴെ വെച്ച് 2 ബെഞ്ചിന് താഴെ വെച്ചാണ് ഈ സംഭവം നടന്നത്. കുറച്ചു നേരം ആരെ തടഞ്ഞിട്ടു. കുട്ടികളെ കൊണ്ടാണ് അത് ഇത്രയും ഒരു ഇതായിട്ട് ഓടി വന്നത്. അല്ലെങ്കിൽ സാധാരണ അതിനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല. അനീഷ് ആന്റണി വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് ആംബുലൻസ് മുന്നോട്ട് വേഗത്തിൽ പോകുന്നതും കാട്ടാന പാഞ്ഞെടുക്കുന്നതും ഒക്കെ. എന്താണ് സംഭവിച്ചത്? മറ്റു വിവരങ്ങൾ എന്താണ്? ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് ഇങ്ങനെ ഒരു തള്ളയാനയും അതുപോലെ കുട്ടിയാനയും കൂടി ഈ ആംബുലൻസ് തടയുന്ന സംഭവം ഉണ്ടായത്. ഈ അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ വാലി ഹൗസ് ഭാഗത്ത് വെച്ചാണ് ഈ 2 ആനകൾ ഈ ആംബുലൻസ് തടഞ്ഞിട്ട് ഈ പിടിയാന ഈ ആംബുലൻസിന് നേരെ പാഞ്ഞെടുക്കുന്ന ഒരു സംഭവം ഉണ്ടായത്. ആക്രമിക്കാൻ തന്നെയായിരുന്നു ആന ആംബുലൻസിന് നേരെ പാഞ്ഞെടുത്തുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പക്ഷെ ആംബുലൻസിന്റെ ഡ്രൈവർ വാഹനത്തിന്റെ എഞ്ചിൻ റേസ് ചെയ്തത് ശബ്ദമുണ്ടാക്കി. ഈ ശബ്ദമുണ്ടാക്കിയപ്പോൾ ആന പിന്തിരികയായിരുന്നു. കുറച്ചു നേരം ഈ ആന ആംബുലൻസ് തടഞ്ഞിട്ട് എന്നാണ് പറയുന്നത്. റോഡിൽ ഈ പ്രദേശത്തെ മലക്കപ്പാറ ഭാഗത്തുള്ള ഒരു കോളനിയിലെ ഒരാൾക്ക് സ്ട്രോക്ക് വന്നതിനെ തുടർന്ന് ആശുപത്രിയിലാക്കി തിരിച്ച് വരുന്ന വഴിയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഈ ഡ്രൈവർ പറയുന്നത് ഇത്തരം കാഴ്ചകൾ സ്ഥിരമാണ്, ഈ വഴിയിൽ വാഹനങ്ങൾ കൊണ്ടുപോയി വരുമ്പോൾ സ്ഥിരം സംഭവമാണെന്നാണ് ഈ ഡ്രൈവർ പറയുന്നത്. ഇതിപ്പോ ഇന്നലെ ഈ ആന ആക്രമിക്കാൻ ശ്രമിച്ചത് കൂടെ കുട്ടിയാന ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ആന ആംബുലൻസിന് നേരെ പാഞ്ഞത്. അതായത് കുട്ടിയാനെ ആക്രമിക്കാൻ വരുന്നു എന്ന തോന്നലാകാം ഒരുപക്ഷെ ആനയുടെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണ ശ്രമം എന്നാണ് ആംബുലൻസിന്റെ ഡ്രൈവർ പറയുന്നത്. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് ഏറ്റവും ഒടുവിലായി സ്വകാര്യ ബസ് മഞ്ഞക്കൊമ്പൻ എന്ന് പറയുന്ന ആന തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും പ്രദേശത്ത് നിരവധി തവണയായി ഇപ്പോൾ ഈ ഇത്തരത്തിൽ ആന വാഹനങ്ങൾക്ക് നേരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ കുറച്ചു ദിവസം മുൻപ് തമിഴ്നാട് സ്വദേശി സഞ്ചരിച്ചിരുന്ന ഒരു കാർ ഇതേ സമാന രീതിയിൽ ഒരു തള്ളയാനയും കുട്ടിയാനയും കൂടി ആക്രമിച്ച റോഡിൽ തടഞ്ഞ് ഇടുന്ന ഒരു സംഭവം ഉണ്ടായി. അന്ന് വാഹനത്തിന് നേരെ വാഹനത്തിൽ കുത്തുകയും അതുപോലെ ചവിട്ടുകയും ഒക്കെ ചെയ്തു. വാഹനത്തിന്റെ ചില്ലും അതുപോലെ മുൻഭാഗത്തിന് ഉൾപ്പെടെ കേടുപാട് സംഭവിച്ചു. അന്ന് ഭയം കൊണ്ട് മാത്രമാണ് കാറിലുണ്ടായിരുന്ന യാത്രക്കാരൻ രക്ഷപ്പെട്ടത്. ഈ മേഖലയിൽ സ്ഥിരമായി ഇത്തരത്തിൽ ആനയുടെ ആക്രമണം ഉള്ളൊരു സ്ഥലം കൂടിയാണ്. നമുക്കറിയാം, ദിനം പ്രതി അതിരപ്പള്ളി മലക്കപ്പാറ റൂട്ടിൽ ആനയുടെ ആക്രമണം എന്ന് പറയുന്ന വാർത്ത നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ നൽകി വരുന്നതാണ്. നമുക്കറിയാം, ഏഴാറ്റുമുഖം ഗണപതി, അതുപോലെ കബാലി എന്ന് പറയുന്ന ഒരു ആന, മഞ്ഞക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു ആന, ഇത്തരത്തിൽ നിരവധി ആനകൾ ഈ ഒറ്റയാന്മാരും അതുപോലെ ഇപ്പോൾ ഈ തള്ളയാനയും കുട്ടിയാനയുമാണ് കഴിഞ്ഞ ദിവസവും ഇന്നും ഇതുപോലെ വാഹനങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. നമുക്കറിയാം, മഞ്ഞക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു ആനയുണ്ട്. ഈ ആനയാണ് അവിടെ ഈ ഏറ്റവും ഒടുവിലായി ഒരു ആദിവാസി ഊരുമൂപ്പന്റെ ഭാര്യയെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായത്. അതിനെ തുടർന്ന് നിരവധി പ്രതിഷേധങ്ങളാണ് ഈ മേഖലയിൽ നടന്നത്. വനംവകുപ്പിനെതിരെ കൃത്യമായി വനംവകുപ്പിന്റെ ഇടപെടൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ആനകൾ ഇതുപോലുള്ള ആളുകൾക്ക് നേരെയും വാഹനങ്ങൾക്ക് നേരെയും വിനോദസഞ്ചാരത്തിന് നേരെയും ഉൾപ്പെടെ ആക്രമണം അഴിച്ചുവിടുന്നതെന്ന് ആരോപിച്ച് നിരവധി തവണ പ്രതിഷേധ പരിപാടികൾ അവിടെ ഒരു വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി. MLA, MP ഉൾപ്പെടെ ചാലക്കുടി ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ ഏകദിന ഉപവാസ സമരം വരെ സംഘടിപ്പിച്ചു. എന്തായാലും ഇതെല്ലാം ഈ ഇത്തരം പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും മറുഭാഗത്ത് ഇത്തരത്തിൽ ആനകളുടെ ആക്രമണം അല്ലെങ്കിൽ ആനയുടെ ഇത്തരത്തിലുള്ള പരാക്രമങ്ങൾ തുടരുന്ന ഒരു സാഹചര്യമാണ് ഈ മേഖലയിലുള്ളത്. ശരി, അനീഷ് ആന്റണി റിപ്പോർട്ട് ചെയ്യുന്നു. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിലാണ് ആംബുലൻസ് തടഞ്ഞ് കാട്ടാനകൾ.